ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് ചിണ്ടക്കി ഉന്നതിയിലെ മധുവിന്റെ കേസിന് സമാനമായി അഗളി ചിറ്റൂർ ഉന്നതിയിലെ ഷിജുവിനെ മർദ്ദിച്ച കേസിലും തെളിവായത് പ്രതികൾ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ. കട്ടേക്കാട് അധികം ആൾതാമസമില്ലാത്ത പ്രദേശത്താണ് പ്രതികൾ ഷിജുവിനെ മർദ്ദിച്ചതും കെട്ടിയിട്ടതും. മധു കേസിലേതുപോലെ പ്രതികൾ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിവായി മാറിയത്. മദ്യലഹരിയിൽ അക്രമാസക്തനായ യുവാവ് കൂടുതൽ ആക്രമണം നടത്തുന്നത് തടയാനാണ് കെട്ടിവച്ചതെന്നാണ് പ്രതികൾ പറഞ്ഞത്. ഇതിന്റെ തെളിവിനായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയത്. ഏറെ വിവാദമുയർത്തിയ മധു കേസിലെ 16 പ്രതികളിൽ 14 പേരെ കോടതി ശിക്ഷിച്ചു. ശിക്ഷ പൂർത്തിയായവരും ജാമ്യം ലഭിച്ചവരുമൊഴികെ ഭൂരിഭാഗം പ്രതികളും ജയിലിലാണ്. അടിവസ്ത്രം മാത്രം ധരിച്ച് മഴ നനഞ്ഞ് റോഡരികിലെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട നിലയിലായിരുന്ന ആദിവാസി യുവാവ് ഷിജുവിന് രക്ഷകരായത് പ്രദേശത്തെ ഏതാനും യുവാക്കളായിരുന്നു. സംഭവം നടക്കുമ്പോൾ സ്വകാര്യ ബസ് ഉൾപ്പെടെ ഏറെ വാഹനങ്ങൾ കടന്നുപോയിരുന്നു. പുലിയറയിൽ പോയി മടങ്ങുകയായിരുന്ന വാഹനത്തിലെ ഡ്രൈവറായ യുവാവ് ചിറ്റൂർ കവലയിൽ നിന്ന് സുഹൃത്തുക്കളുമായി എത്തിയാണ് ഷിജുവിനെ മോചിപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. ഏതോ ലഹരിക്കടിമപ്പെട്ട് സ്വയം നിയന്ത്രിക്കാനാവാതെ കലഹ സ്വഭാവിയായി വാഹനത്തിലേക്ക് എറിഞ്ഞു, അസഭ്യം പറഞ്ഞു, 1.5 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തി. സിജുവിനെതിരെയും അഗളി പോലീസിലിട്ട എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്. സംഭവം നടന്ന അന്ന് തന്നെ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതികൾ പിടിയിലായതിനു തൊട്ടു പിന്നാലെ വാഹന ഉടമയുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ വൈകിട്ടോടെയാണ് യുവാവിനെതിരെയും പോലീസ് എഫ്ഐആർ ഇട്ടത്. യുവാവിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടും അഗളി CHCയിൽ നിന്ന് വിവരം ലഭിച്ചിട്ടും സംഭവത്തിൽ ആദ്യം അലംഭാവം കാണിച്ച പോലീസ് 3 ദിവസം കഴിഞ്ഞാണ് പേരറിയാത്ത വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെയും 4 ക്ലീനർമാർക്കെതിരെയും കേസെടുത്തത്. 4ാം ദിനമാണ് പ്രതികളെ പിടികൂടുന്നത്. ഷിജു ആദ്യം ചികിത്സ തേടിയ അഗളി CHCയെ പഴിചാരിയാണ് അന്വേഷണത്തിലെ വീഴ്ച മറച്ചുവയ്ക്കാൻ പോലീസിന്റെ ശ്രമം. എന്നാൽ ഞായറാഴ്ച തന്നെ അഗളി സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ടും പറയുന്നു.